ജോർദാനിൽ സുരക്ഷാ ഭീഷണി രൂക്ഷമാകുന്നു. അടിയന്തര സാഹചര്യത്തെ തുടർന്ന് ജോർദാനിലെ അഖബ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും തുറമുഖത്തു നിന്നും ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിച്ചു. വിമാനത്താവളത്തിലേക്കും തുറമുഖത്തേക്കും യാത്ര ചെയ്യരുതെന്ന് അമേരിക്കൻ പൗരന്മാർക്ക് US എംബസി കർശന ജാഗ്രതാ നിർദ്ദേശം നൽകി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം പശ്ചിമേഷ്യയെ കൂടുതൽ സങ്കീർണമായ യുദ്ധസമാന സാഹചര്യങ്ങളിലേക്ക് തള്ളിവിടുന്നതിന്റെ വിശദാംശങ്ങളിലേക്ക്. കൃത്യവും വിശ്വസനീയവുമായ ഒരു സുരക്ഷാ ഭീഷണി സന്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ജോർദാൻ അധികൃതർ അടിയന്തര നടപടികളിലേക്ക് കടന്നത്. ഇതിന്റെ ഭാഗമായി അഖബയിലെ വിമാനത്താവളവും തുറമുഖവും അടച്ചിടുകയും ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു. എന്താണ് യഥാർത്ഥ ഭീഷണിയെന്ന് അധികൃതർ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും മേഖലയിൽ കനത്ത സുരക്ഷാ സന്നാഹമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സംഭവത്തിന് പിന്നാലെ അമ്മാനിലെ അമേരിക്കൻ എംബസി തങ്ങളുടെ പൗരന്മാർക്ക് അടിയന്തര സുരക്ഷാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. വിമാനത്താവളത്തിലേക്കും തുറമുഖത്തിലേക്കുമുള്ള യാത്രകൾ അമേരിക്കൻ പൗരന്മാർ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തിറക്കിയ പ്രത്യേക പ്രസ്താവനയിൽ എംബസി നിർദ്ദേശിച്ചു. ജോർദാൻ സുരക്ഷാ സേനയുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും രാജ്യത്തെ സൈനിക താവളങ്ങളുടെ പരിസരത്തേക്ക് ഒരു കാരണവശാലും യാത്ര ചെയ്യരുതെന്നും അമേരിക്കൻ പൗരന്മാർക്ക് മുന്നറിയിപ്പുണ്ട്. നേരത്തെ ജോർദാനിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ഒരാളെ കാണാതാവുകയും ചെയ്തിരുന്നു. ഇതിന് തിരിച്ചടിയായി ഇറാനെതിരെ അമേരിക്ക കടുത്ത സൈനിക നടപടികളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. തുടർച്ചയായ 8ാം ദിവസവും ഇറാനിയൻ ലക്ഷ്യസ്ഥാനങ്ങൾക്കെതിരെ അമേരിക്കൻ സൈന്യം ശക്തമായ ആക്രമണം പൂർത്തിയാക്കിയതായി അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ജോർദാനിൽ വിമാനത്താവളം ഉൾപ്പെടെ ഒഴിപ്പിക്കേണ്ടി വന്ന പുതിയ സുരക്ഷാ ഭീഷണി ഉയർന്നിരിക്കുന്നത് എന്നത് പശ്ചിമേഷ്യയിലെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.